സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ ചോറിൻ്റെ വീഡിയോ ആണ്. ഞാൻ കുറേ ദിവസമായി ഈ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നത്. ദിവസമല്ല, എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയി ഈ ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിക്കുന്നത്. ചെമ്മീനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും അതിനെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നറിയാലോ. അപ്പോൾ ഇതെന്തായാലും പാളിപ്പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മുകൾ ഭാഗത്തെ ആ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം വാലിൻ്റെ അറ്റത്തൊന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ബാക്കി തൊലിയും കൂടെ കളഞ്ഞു പോരും. പിന്നെ ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അത് വെച്ചൊന്ന് കുത്തി വലിച്ചാൽ ഇതുപോലെ ഊരിങ്ങ് പോരും. അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഓരോന്നായിട്ട് കളഞ്ഞെടുക്കുകയാണ്. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് കഴിയുന്ന റെസിപ്പി ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല, വേഗം എന്തായാലും കഴിയുന്നറിയാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബിരിയാണി റൈസാണ് എടുക്കുന്നത്. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് റൈസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് റൈസിന് 3 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്, ഇരട്ടി വെള്ളം. ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മുടെ വായിൽ അങ്ങോട്ട് വെള്ളം വരും. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ ബാക്കി പരിപാടികളും ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളി ഇട്ടങ്ങ് വാട്ടിയെടുക്കുകയാണ്. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പിന്നെ പച്ചമുളകും പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ആ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഞാനിങ്ങനെ റൈസും മസാലയൊക്കെ ഒരുമിച്ചിട്ടുണ്ടാക്കുന്ന ചോറ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കും ഉണ്ടാക്കണമെന്ന്, അഥവാ ഫ്ലോപ്പായി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാതിരിക്കാറ്. എന്നാൽ ഇന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. കാരണം ഇന്ന് എനിക്ക് മടി പിടിച്ചൊരു ദിവസമായിരുന്നേ. ഇതാകുമ്പം ഒരു പാത്രം മാത്രമേ കഴുകണ്ടൂ, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നടക്കുമല്ലോ. പൊടികളായിട്ട് ഇതിൽ മഞ്ഞൾ പൊടിയും ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മഞ്ഞൾ പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഉപ്പ്, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതൊക്കെ ഞാൻ ആ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച റൈസില്ലേ, അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് നമ്മുടെ സാലഡില്ലേ അതുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ കക്കിരിയും ഉള്ളിയും തക്കാളിയൊക്കെ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തൈരിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ചൊറുക്കയാണ്, വിനാഗിരി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സാക്കി എടുത്താൽ എൻ്റെ സാലഡ് റെഡിയായി. ആ സമയം കൊണ്ട് ചോറിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നേ. ആ മൂടി അങ്ങ് തുറന്നപ്പോൾ ഉണ്ടല്ലോ, എന്താ സ്മെല്ല്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനില്ല, അതൊന്ന് ഇതിലേക്കിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചൊന്ന് വേവിക്കണേ. അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു പുറത്ത്, അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിലൊക്കെ നല്ല ഇരുടായി. അങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്.
അങ്ങനെ ഇതാ ചെമ്മീൻ ചോറ് ഇവിടെ റെഡിയായേ. ഞാനപ്പം തന്നെ ഒന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയൊരു പ്ലേറ്റിൽ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവരുടെ കൂടെ ഒരു അഭിപ്രായമൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല സ്റ്റൈലാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.